നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇവൻറ്റ് ഹാൻഡ്ലിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഉള്ളത് ഇൻപുട്ട് ഡാറ്റ വാലിഡേഷൻ. എക്സ്പ്ലെയിൻ ഹൗ ഇൻപുട്ട് ഡാറ്റ വാലിഡേഷൻ ആർ ഡൺ യൂസിങ് ജാവാസ്ക്രിപ്റ്റ് ആണ്. പിന്നത്തെ ടോപ്പിക്ക് ഡിസ്ക്രൈബ് ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് വിത്ത് ജാവാസ്ക്രിപ്റ്റ്. ഈ രണ്ട് എണ്ണമാണ് ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് മൂന്നാമത്തെയാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒരു പേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ അസൈൻമെൻറ്റായിട്ട് രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ അസൈൻമെൻറ്റായിട്ട് ഇതാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മളൊരു വെബ് പേജ് ഡിസൈൻ ചെയ്തായിരുന്നു. ഇത് HTML പേജ് ഡെവലപ്പ് ചെയ്ത് ഒരു ഫോമും ഡെവലപ്പ് ചെയ്തായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ. ആ ഫോമിന് വേണ്ടിയ വാലിഡേഷൻസും ഡൈനാമിക് ഡോക്യുമെൻറ്റും ആക്കി കൊടുക്കുക, ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഒക്കെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഫോം നിങ്ങൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്യേണ്ട, ഓൾറെഡി ഉള്ള ഫോം എടുത്തിട്ട് അതിനകത്ത് ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഇൻക്ലൂഡ് ചെയ്യുക, ഇൻപുട്ട് ഡാറ്റ വാലിഡേഷൻ ഇൻക്ലൂഡ് ചെയ്യുക, ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക്, ഈ ക്ലാസ്സിൻ്റെ ആദ്യത്തെ ടോപ്പിക്ക് ഇൻപുട്ട് ഡാറ്റ വാലിഡേഷൻ ഡൺ യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. അതിലേക്ക് പോകും. ഇൻപുട്ട് ഡാറ്റ വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത് ഈ എഴുതിയേക്കുന്നതാണ്. ഡാറ്റ വാലിഡേഷൻ ഈസ് എ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് യൂസർ ഇൻപുട്ട് ഈസ് ക്ലീൻ, കറക്റ്റ് ആൻഡ് യൂസ്ഫുൾ. Server side validation is performed by the web server after the input has been sent to the server. ഇതിനെ വാലിഡേഷന് രണ്ട് ടൈപ്പ് വാലിഡേഷൻ ഉണ്ട്. ഒന്നാണ് സെർവർ സൈഡ് വാലിഡേഷൻ, രണ്ടാമത്തേത് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ. സെർവർ സൈഡിൽ വാലിഡേഷൻ നടത്തുന്നത് ഈസ് പെർഫോംഡ് ബൈ ദ വെബ് സെർവർ ആഫ്റ്റർ ദ ഇൻപുട്ട് ഹാസ് ബീൻ സെൻഡ് ടു ദ സെർവർ. ഇത് ആണ് ഞാൻ പറഞ്ഞത്. സെർവറിലേക്ക് പോയിട്ട് സെർവറിലാണ് വാലിഡേഷൻ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു യൂസർ നെയിം കൊടുക്കുകയാണ്, ഒരു സൈറ്റ് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊരു യൂസർ നെയിം നിങ്ങൾ കൊടുത്തു. അപ്പോൾ ആ യൂസർ നെയിം ഓൾറെഡി ആർക്കെങ്കിലും അലോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ സെർവറിൽ ചെന്നിട്ട് സെർവറിൻ്റെ ഡാറ്റാ ബേസ് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത യൂസർ നെയിം, കാരണം ഡാറ്റാ ബേസിലാണ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്നവരുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തേക്കുന്ന ഡാറ്റാ ബേസിലാണ്, അത് സെർവറിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പം അത് സെർവറിൽ പോയിട്ട് സെർവറിൽ നിന്ന് റിക്വസ്റ്റ് തിരിച്ചു വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വാലിഡ് യൂസർ നെയിം ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ അതാണ് സെർവർ സൈഡ് വാലിഡേഷൻ. ഇത് സാധാരണ PHP വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് വെച്ച് വാലിഡേറ്റ് ചെയ്യുന്നതാണ്. ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ ഈസ് പെർഫോംഡ് ബൈ വെബ് ബ്രൗസറാണ് ബിഫോർ ഇൻപുട്ട് ഈസ് സെൻഡ് ടു ദ വെബ് സെർവർ. ഇത് സെർവറിലേക്ക് ഡാറ്റ അയച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ക്ലയൻറ്റ് സൈഡിൽ, അതായത് ബ്രൗസറിൽ നടത്തുന്ന വാലിഡേഷൻ. അതായത് നിങ്ങൾ അതിനകത്ത് ക്ലാസിക് എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നെയിമിൻ്റെ ഫീൽഡ് എൻ്റർ ചെയ്തിട്ടുണ്ടോ, ഇമെയിൽ ID എൻ്റർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ വാലിഡേഷനൊക്കെ നടത്തിയിട്ട് ഇല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പം അപ്പോൾ തന്നെ കാണിക്കും. അതായത് നിങ്ങളുടെ ബ്രൗസറിൻ്റെ മേളിൽ നോക്കിയാൽ ആ റിഫ്രഷ് ബട്ടൺ റീലോഡ് ചെയ്യുന്നതായിട്ട് കാണില്ല, അപ്പം തന്നെ കാണിക്കും. എന്ന് പറഞ്ഞാൽ അത് സെർവറിലേക്ക് റിക്വസ്റ്റ് പോകുന്നില്ല, ക്ലയൻറ്റ് സൈഡിൽ തന്നെ വാലിഡേറ്റ് ചെയ്യും. ഇത് സാധാരണ എല്ലാ ഫീൽഡ്സും എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെർവർ സൈഡ് വാലിഡേഷൻ പഠിക്കാനുണ്ട് അടുത്ത മൊഡ്യൂൾ. ഇപ്പോൾ പഠിക്കാനുള്ളത് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ. HTML form validation can be done by JavaScript. Typical validation examples are എന്തൊക്കെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്? ഹാസ് ദ യൂസർ ഫിൽഡ് ഇൻ ഓൾ ദ റിക്വയർഡ് ഫീൽഡ്സ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടോ, അതായത് പേര്, ഇമെയിൽ അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടോ? ഹാസ് ദ യൂസർ എൻ്റേർഡ് എ വാലിഡ് ഡേറ്റ്, എൻ്റർ ചെയ്തേക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഒരു വാലിഡ് ഡേറ്റ് ആണോ, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഹാസ് ദ യൂസർ എൻ്റേർഡ് എ ടെക്സ്റ്റ് ഇൻ എ ന്യൂമറിക് ഫീൽഡ്. ഫോർ എക്സാമ്പിൾ, ഒരു പിൻ കോഡാണ് കൊടുക്കേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾ പേരോ അങ്ങനെ ആൽഫബറ്റാണ് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനത്തെ വാലിഡേഷനൊക്കെ നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ ചെയ്യാൻ പറ്റും. അതെല്ലാം ജാവാസ്ക്രിപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു ടോപ്പിക്ക് ഞാൻ പറയാൻ വിട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്, ഓർമ്മയില്ല. CSS പഠിച്ചപ്പോൾ 3 ലൈൻ, ഈ 3 ടൈപ്പ് പഠിച്ചു: ഇൻലൈൻ, എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ. അതിൻ്റെ പ്രയോറിറ്റി ഓൾറെഡി ഡീഫോൾട്ടായിട്ട് അറിയേണ്ടതാണ്. ഇൻലൈൻ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി. അതായത് ഇൻലൈൻ ആയിട്ട് ഒരു CSS പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഹെഡിങ്ങിനകത്ത്, സ്റ്റൈലിനകത്ത് H1ൻ്റെ കളറ് ബ്ലാക്ക് ആക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് H1 ടാഗ് എഴുതിയപ്പോൾ അതിനകത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ട് കളറ് റെഡ് ആക്കണമെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡിലേ കാണുള്ളൂ. അതായത് ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻലൈൻ ആണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കാരണം HTML എഴുതിയ ഓർഡറിലാണ് വായിച്ചു പോകുന്നത്. പുതിയത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പഴയത് എഴുതിയത് അവൻ മറന്നു കളയും. അപ്പം നിങ്ങൾ സാധാരണ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ എഴുതുന്നത് എവിടെയാണ്? സ്റ്റൈൽ ടാഗിനകത്താണ് എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് ആക്ച്വൽ ടാഗ് കാണുമ്പം ആ ടാഗിനകത്താണ് ഇൻലൈൻ എഴുതുന്നത്. അപ്പോൾ എക്സ്റ്റേണലോ ഇൻറ്റേർണലോ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇൻലൈൻ കാണുമ്പോൾ ഇവനെ അങ്ങോട്ട് മറന്നു കളയും, എന്നിട്ട് ഇത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതായത് ഹയസ്റ്റ് പ്രയോറിറ്റി ഇതിനാണ്.
പിന്നീട് പ്രയോറിറ്റി വരുന്നത് എക്സ്റ്റേണലിനും ഇൻറ്റേർണലിനുമാണ്. എക്സ്റ്റേണലിനും ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ഒരേപോലെ അല്ല പ്രയോറിറ്റി, രണ്ടിനും ഒരേപോലെയാണ് പ്രയോറിറ്റി. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ എക്സ്റ്റേണൽ ആണ് ആദ്യം എഴുതിയേക്കുന്നതെങ്കിൽ ഇൻറ്റേർണലിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി. കാരണം എക്സ്റ്റേണൽ ആദ്യം ഇമ്പോർട്ട് ചെയ്തേക്കുക, മറ്റേ ലിങ്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ച് ഇമ്പോർട്ട് ചെയ്തേക്കുക. ആ ലിങ്ക് എന്ന് പറയുന്ന ടാഗ് വെച്ച് ഇമ്പോർട്ട് ചെയ്തേക്കുന്നതിനകത്ത് നമ്മൾ H1ൻ്റെ കളർ റെഡ് എന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നതെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ സ്റ്റൈൽ ഷീറ്റ് വെച്ച് മറ്റേ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ച് ഇൻറ്റേർണലായിട്ട് H1ൻ്റെ കളർ ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ആദ്യം ഈ എക്സ്റ്റേണലാണ് ഇൻപുട്ട് ചെയ്തെടുക്കുന്നത്, അത് കഴിഞ്ഞ് ഇൻറ്റേർണലിലേക്ക് പോയതുകൊണ്ട് ഇൻറ്റേർണലേ കാണിക്കുകയുള്ളൂ. അതേസമയം നേരെ തിരിച്ചാണെന്ന് വിചാരിക്കുക, ആദ്യം സ്റ്റൈൽ ടാഗിനകത്ത് ഇൻറ്റേർണൽ CSS ആയിട്ട് പറഞ്ഞു കൊടുത്തേക്കുക, അത് കഴിഞ്ഞിട്ടാണ് ലിങ്ക് ടാഗ് വെച്ചിട്ട് ലിങ്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ എന്താണ് എക്സ്റ്റേണലിനകത്ത് പറഞ്ഞേക്കുന്നതിനായിരിക്കും പ്രിഫറൻസ് കൂടുതൽ. അപ്പോൾ ഇത് ഏതാണ് ആദ്യം ഡിപ്പെൻഡിങ് ഓൺ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ മെൻഷൻഡ്, ഓർഡർ ഇൻ വിച്ച് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ഹെഡ് സെക്ഷൻ. ഹെഡിലാണ് കൊടുക്കുന്നതെങ്കിൽ ഹെഡിൽ ഏത് ഓർഡറിലാണ്. ഇതൊന്നും ഇല്ല എങ്കിൽ ലീസ്റ്റ് പ്രയോറിറ്റി ബ്രൗസർ ഡീഫോൾട്ട്, അതായത് ബ്രൗസർ ഡീഫോൾട്ട് ആയിട്ട് കാണിക്കുന്നത് ഹെഡിങ് ബ്ലാക്ക് കളറിലായിരിക്കും കാണിക്കുന്നത്. ഇതൊന്നും ഇല്ല എങ്കിൽ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയിൽ ബ്രൗസർ ഡീഫോൾട്ട് ആയിട്ടുള്ള സ്റ്റൈലുകൾ കാണിക്കും. ഇതാണ് CSS പ്രയോറിറ്റി. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, CSSൻ്റെ കൂടെ വരുന്നതാണ്. ഇനി നമുക്ക് ഫോം വാലിഡേഷനിലേക്ക് തിരിച്ചു പോകാം. ഒരു സിമ്പിൾ ഫോം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫോം നെയിം ഈസ് ഈക്വൽ ടു മൈ ഫോം എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്, ആക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓൺ സബ്മിറ്റ് നമ്മൾ പറഞ്ഞു. ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇവൻ്റ് ആണ്. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്താലുള്ള ഇവൻ്റ് ആണ്. അതായത് നമ്മുടെ ഫോമിനകത്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യണം? റിട്ടേൺ വാലിഡേറ്റ് ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് റിട്ടേൺ ഞാൻ പറഞ്ഞു, ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ മാത്രമേ സബ്മിറ്റ് ആക്ഷൻ നടക്കുകയുള്ളൂ, ഇല്ല എങ്കിൽ സബ്മിറ്റ് ആക്ഷൻ നടക്കില്ല. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റോ ഗെറ്റോ ഏത് വേണമെങ്കിലും കൊടുക്കാം, തൽക്കാലം അത് നമുക്ക് പ്രസക്തമായ കാര്യമല്ല. ഇനി ഒരു നെയിം എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നെയിം, എഫ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സബ്മിറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഒരു നെയിം എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞൊരു ഇൻപുട്ട് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞൊരു സബ്മിറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു BR ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത ലൈനിലേക്ക് പൊക്കോളും. അപ്പോൾ ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. സബ്മിറ്റ് കൊടുക്കും. ഇനി ചെയ്തേക്കുന്നത് ഓൺ സബ്മിറ്റ് റിട്ടേൺ വാലിഡേറ്റ് ഫോം. റിട്ടേൺ അതായത് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എടുക്കണം എന്നാണ്. അപ്പോൾ വാലിഡേറ്റ് ഫോം എന്ന് പറയുന്നത് നമ്മൾ എഴുതിയേക്കുന്ന ഫംഗ്ഷനെ വിളിക്കും. വാലിഡേറ്റ് ഫോമിൽ എന്താണ് എഴുതിയേക്കുന്നത്? ഇത് ശ്രദ്ധിക്കണം. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡലിൽ HTML റൂട്ടായിട്ട് വരുന്ന എലമെൻ്റ് ആണ്. ഡോക്യുമെൻറ്റിനകത്ത് ഫോംസിലേക്ക് പോകാനാണ് പറഞ്ഞേക്കുന്നത്. ഡോക്യുമെൻറ്റിനകത്ത് ഫോം ഉണ്ട്, ഏതെങ്കിലും ഫോം ഉണ്ടെങ്കിൽ ആ ഫോമിൽ പോവുക. 2-3 ഫോം ഉണ്ടെങ്കിൽ അതിലേത് ഫോമാണെന്നാണ് പിന്നീട് പറഞ്ഞു കൊടുക്കേണ്ടത്, അതിൻ്റെ നെയിം. രണ്ടാമത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്, അതായത് ഫോം ഒരു 2 ഡയമെൻഷണൽ അറേ ആയിട്ടാണ് എടുക്കുന്നത്. 2 ഡയമെൻഷണൽ അറേ കണ്ടിട്ടില്ലേ? A(ij) എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ 2 ഡയമെൻഷണൽ അറേ ആണ്. അതിൽ ആദ്യത്തെ ആട്രിബ്യൂട്ട് ഫോമിൻ്റെ പേരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. രണ്ടാമത്തേതിനകത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇൻപുട്ടിൻ്റെ നെയിമാണ്. നമുക്ക് ടെക്സ്റ്റാണ് റീഡ് ചെയ്യേണ്ടത്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, ഈ ഫീൽഡാണ് എനിക്ക് റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ഇത് കണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഡോക്യുമെൻറ്റിനകത്ത് ഫോംസ് പോകണം. പല ഫോം കാണും. അതിനകത്ത് മൈ ഫോം എന്ന് പറയുന്ന ഫോമിനകത്ത് എഫ് നെയിം എന്ന് പറയുന്ന ഇൻപുട്ട് റീഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ എടുക്കുക എന്നാണ് ഈ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഏത് വേരിയബിൾ ആണെങ്കിലും വാർ എന്ന് പറയുന്ന ടൈപ്പാണ് പറഞ്ഞു കൊടുക്കുന്നത്. മറ്റേ ഫ്ലോട്ട്, ഇൻറ്റിജർ അങ്ങനത്തെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സെന്ന് മാത്രം വാറെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് വരുന്ന വാല്യൂ എന്തായിരിക്കും? ചിലപ്പോൾ ടെക്സ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളിവിടെ നമ്പറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്പർ ആയിരിക്കും. ഏതായാലും അത് എക്സിലേക്ക് അസൈൻ ചെയ്യും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡോക്യുമെൻറ്റിനകത്ത് ഫോമിനകത്ത് മൈ ഫോം എന്ന് പേരുള്ള ഫോമിനകത്ത് എഫ് നെയിം എന്ന് പേരുള്ള ഇൻപുട്ട് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ റീഡ് ചെയ്യും. ഇനി അത് എക്സിൽ സ്റ്റോർ ചെയ്തു. ഇഫ് എക്സ് ഈക്വൽ ടു എംപ്റ്റി സ്ട്രിങ്, അതായത് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അലേർട്ട് യുവർ നെയിം മസ്റ്റ് ബി ഫിൽഡ് ഔട്ട്. റിട്ടേൺ ഫോൾസ് ചെയ്യും. ഇത് പ്രോഗ്രാം കംപ്ലീറ്റ് അല്ല. ഇവിടെ ശരിക്കും പ്രോഗ്രാം കംപ്ലീറ്റ് ആണെങ്കിൽ റിട്ടേൺ ട്രൂ കൊടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിനകത്ത് നെയിം ഫില്ല് ചെയ്ത് എക്സ് ഈക്വൽ ടു എംപ്റ്റി സ്ട്രിങ് വരുന്ന എപ്പോഴാണ്? നെയിമിൽ നമ്മൾ ഡാറ്റ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ എംപ്റ്റി ആയിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ റിട്ടേൺ ട്രൂ ചെയ്യും. അത് അറിയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു അലേർട്ട് കൊടുക്കാം. അലേർട്ട് കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാം. പേജ് ലോഡ് ചെയ്ത് നോക്കാം.
ഇതാണ് നമ്മുടെ പേജ്. ഞാൻ സബ്മിറ്റ് ബട്ടൺ ഇപ്പോൾ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല, അപ്പോൾ കിട്ടുന്ന എം ടി സ്ട്രിങ് ആയിരിക്കും. ഇതാ നെയിം മസ്റ്റ് ബി ഫിൽഡ് ഔട്ട്, ഈ കൊടുത്തേക്കുന്ന അലേർട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ അടിച്ചു. ഓക്കെ അടിക്കുമ്പോൾ ഓക്കെ അടിച്ചാൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ വന്നിട്ട് ഇതിനകത്ത് കയറിയതുകൊണ്ട് റിട്ടേൺ ഫോൾസ് ചെയ്യും. ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നത് കൊണ്ടും ഇതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ടും ഇവിടുന്ന് ഡയറക്റ്റ്ലി റിട്ടേൺ ചെയ്ത് ഇങ്ങോട്ട് പോകും. ഈ എഴുതിയേക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ റിട്ടേൺ വരുന്ന വാല്യൂ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും ഈ കേസിൽ. അതുകൊണ്ട് ഫോം സബ്മിറ്റ് നടക്കൂല. ഇനി അടുത്ത കേസിൽ ഞാൻ വാല്യൂ കൊടുത്തു നോക്കാം. ഫസ്റ്റ് നെയിം ഞാൻ ടിജോ എന്ന് കൊടുക്കുവാണ്. സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു എം ടി അല്ല, അതുകൊണ്ട് താഴെ വരും. അതുകൊണ്ടൊന്ന് അലേർട്ട് ചെയ്യും, എന്താണ് വാല്യൂ അതിലുള്ളതെന്ന് ഒരു വിൻഡോയിൽ കാണിക്കും. എന്നിട്ട് റിട്ടേൺ ട്രൂ ചെയ്യും. സബ്മിറ്റ് കൊടുക്കാം. ഇതാ ടിജോ എന്നുള്ള വാല്യൂ ആണ് എക്സിൽ കിട്ടിയേക്കുന്നത്. എക്സിൻ്റെ വാല്യൂ ആണ് ഞാൻ പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ അടിക്കുമ്പോൾ സബ്മിറ്റ് നടക്കും. ഇപ്പം നമ്മൾ ആക്ഷനിൽ വേറെ ഒന്നും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് ആ പേജിൽ തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആക്ഷനിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ആ പേജിലേക്ക് പോകും. കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിൽ ഞാനിവിടെ ആക്ഷനിൽ ഇത് കൊടുത്തു. പേജ് ലോഡ് ചെയ്തു. പേജ് വീണ്ടും ലോഡ് ചെയ്തു. ആദ്യം സബ്മിറ്റ് ബട്ടൺ അടിച്ചു. നെയിം മസ്റ്റ് ബി ഫിൽഡ് ഔട്ട് വന്നു. പേജ് ഇവിടെ തന്നെ നിന്നു. ഇനി ഞാൻ വേറൊരു പേര്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പേര് കൊടുത്തു. സബ്മിറ്റ് പ്രസ് ചെയ്തു. അലേർട്ട് വന്നു. ഇത് അടുത്ത പേജിലേക്ക് പോയി. ഇത് വേറൊരു പേജാണ്. ജാവാസ്ക്രിപ്റ്റ് event.submit.html. ഇത് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന പേജാണ്. ആ പേജിലേക്ക് നേരെ കൺട്രോൾ പോയി. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുക, സേവ് ചെയ്യുക. സംഗതി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ അലേർട്ട്. ഈ റിട്ടേൺ ഇവിടെ എഴുതിയേക്കുന്നതുകൊണ്ട് ഫംഗ്ഷനിൽ റിട്ടേൺ കണ്ടാൽ പിന്നീട് റിട്ടേൺ എക്സിക്യൂട്ട് ചെയ്താൽ, കണ്ടാലല്ല റിട്ടേൺ എക്സിക്യൂട്ട് ചെയ്താൽ, ഇഫിനകത്ത് കയറിയാലേ ഈ റിട്ടേൺ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. റിട്ടേൺ എക്സിക്യൂട്ട് ചെയ്താൽ പിന്നെ താഴോട്ടുള്ളതൊന്നും പോകില്ല. ഫോൾസ് ഇവിടെ വരുന്നതുകൊണ്ട്, ഓൺ സബ്മിറ്റിൽ ഫോൾസ് വരുന്നതുകൊണ്ട് സബ്മിറ്റായി പോകില്ല. ഇത് എം ടി ആയിട്ട് ഇട്ടാൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അറിയാം ഈ സെയിം ഫോമിൽ തന്നെ നിൽക്കുകയാണ്. പേജ് സബ്മിറ്റ് ആയില്ല. മറ്റേ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ സബ്മിറ്റ് അടിക്കുമ്പോൾ ഇവിടുത്തെ വാല്യൂ ശ്രദ്ധിച്ചാണോ അത് മാറും. കണ്ടോ, അടുത്ത പേജിലേക്ക് സബ്മിറ്റായി. അതായത് സബ്മിറ്റിൻ്റെ ആക്ഷൻ നടന്നു. അതാണ് സിമ്പിൾ ഫോം വാലിഡേഷൻ. ഇത് ഫോം വാലിഡേഷനിൽ ടെക്സ്റ്റ് വാലിഡേറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ടെക്സ്റ്റ് എം ടി ആണോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ നല്ല പേരാണോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഈക്വൽ ടു ടിജോ ആണെങ്കിൽ മാത്രം സബ്മിറ്റ് മതി എന്നൊക്കെ വെക്കാം. നല്ല പേരല്ലേ. അപ്പോൾ അടുത്തത് ഫോം വാലിഡേഷൻ നമ്പർ. നമ്പർ എന്ന് പറയുന്ന ഒരു ഫോം വാലിഡേഷൻ, നമ്പർ എങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നതാണ്. ഫോം വാലിഡേഷൻ അല്ല ഇത്. ആക്ച്വലി നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത് ഇൻപുട്ട് ഡാറ്റ വാലിഡേഷനാണ്. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും ഫോമിനകത്താണ് ഡാറ്റ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ അല്ലാത്തൊരു എക്സാമ്പിളും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻപുട്ട് ഐ ഡി ഈക്വൽ ടു നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ഐ ഡി ഇത് തന്നെ ഒരു ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാല്യൂ കാണിക്കാൻ. ഇതിനകത്ത് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആണെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുത്തേക്കാം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, ഒരു ഐ ഡിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഇൻപുട്ട് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ. ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഇവൻറ്റിൽ ഫംഗ്ഷൻ മൈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചേക്കുവാണ്. അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. ഓൺ ക്ലിക്കിൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. വാലിഡേറ്റ് എന്നാണ് ആ ബട്ടൻ്റെ പേര്. വേറെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഐ ഡി ഈക്വൽ ടു ഡെമോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം എന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നതെന്ന് നോക്കാം. മൈ ഫംഗ്ഷനകത്ത് എഴുതിയേക്കുന്ന രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി നമ്പർ ഡോട്ട് വാല്യൂ. അതായത് ഈ ഡോക്യുമെൻറ്റിനകത്ത് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്പർ എന്ന് പേരുള്ള സാധനത്തിൻ്റെ വാല്യൂ, അതിലെന്താണോ ടൈപ്പ് ചെയ്തേക്കുന്നത് ആ വാല്യൂ കിട്ടും നമുക്ക്. എന്നിട്ട് ഈസ് എൻ എ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിലുള്ളൊരു ഡീഫോൾട്ടായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഈസ് എൻ എ നോട്ട് എ നമ്പർ, ഈസ് നോട്ട് എ നമ്പർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് നമ്പർ അല്ലാത്ത വാല്യൂ ആണോ എന്ന്. നോട്ട് എ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇൻപുട്ട് ഈസ് നോട്ട് വാലിഡ് എന്നാണ്. അതായത് നമ്പർ പ്ലീസ് എൻ്റർ ആൻഡ് ഇൻപുട്ട് നമ്പർ ബിറ്റ്വീൻ 1 and 10 എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഈസ് നോട്ട് എ നമ്പർ ആണെങ്കിൽ ഇത് ചെയ്യും. ഇത് കൺഫ്യൂഷൻ ആകുമെങ്കിൽ നമുക്ക് താഴേക്ക് മാറ്റാൻ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നോട്ട് എ നമ്പർ ആണെങ്കിൽ നോട്ട് വാലിഡ് പ്രിൻ്റ് ചെയ്യും. ഇനി എൽസ് ഇഫ്
else if ആണെങ്കിൽ else if not a number ആണെങ്കിൽ ഇൻപുട്ട് ഇവിടെ നമുക്ക് അപ്പോൾ ഇത് പറഞ്ഞുതരാം. ഇഫ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ id നമ്പർ ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് ഈ നമ്പർ എന്ന് പറയുന്ന id ഉള്ള ഇൻപുട്ട് ഫീൽഡിൽ എൻ്റർ ചെയ്തേക്കുന്ന വാല്യൂ റീഡ് ചെയ്യും ഈ ഫംഗ്ഷൻ എക്സിൽ സ്റ്റോർ ചെയ്യും. അത് നോട്ട് എ നമ്പർ ആണോ, നോട്ട് എ നമ്പർ ആണെങ്കിൽ അതായത് നോട്ട് എ നമ്പർ, ഓക്കെ നോട്ട് എ നമ്പർ ആണ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ടെക്സ്റ്റ് ഇൻപുട്ട് ഈസ് ഇൻപുട്ട്. അപ്പോൾ എന്താ അത് നമ്പർ അല്ലെന്നാണ് അതിൻ്റെ അർത്ഥം, അതായത് ആൽഫബറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് എ നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ, അതായത് യൂസറോട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്പർ ഇൻപുട്ട് ചെയ്യാം. ഇനിയിപ്പോൾ എന്താണ് ഇതിപ്പോൾ ആണെങ്കിൽ എൻ്റർ വാല്യൂ ഇതെന്ന് പറഞ്ഞു കൊടുത്തേക്കുവാണ്. എൽസിഫ് ടെക്സ്റ്റ് ഇൻപുട്ട് എൽസിഫ് എക്സ് 1 കഴിഞ്ഞും ചെറുതോ 10 കഴിഞ്ഞും വലുതോ ആണെങ്കിൽ ഇൻപുട്ട് എ നമ്പർ ബിറ്റ്വീൻ 1 and 10 എന്ന് പ്രിൻ്റ് ചെയ്യും. 1 and 10 എന്ന് പ്രിൻ്റ് ചെയ്യും. പേജ് ലോഡ് ചെയ്ത് നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ പേജ്. വാലിഡേറ്റ് ഇപ്പം ഞാനിവിടെ ടീച്ചർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ആ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. എവിടെയാണ് ഇത് എങ്ങോട്ടാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ടെക്സ്റ്റിലേക്ക് ഈ സ്ട്രിങ് അസൈൻ ചെയ്ത് വെക്കും. അപ്പോൾ എന്നിട്ട് ഇവിടെ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ഇത് നോട്ട് എ നമ്പറാണ്, കാരണം ഞാൻ ഒരു ആൽഫബറ്റ് ഉള്ളതാണ് എൻ്റർ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമ്പർ അല്ല. അതുകൊണ്ട് ഇത് ട്രൂ ആണ്. ഇത് ട്രൂ ആയതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരും ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ id ഡെമോന്ന് id ഉള്ള എലമെൻറ്റിനെ ഗെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇന്നർ HTML-ലേക്ക് ഈ ടെക്സ്റ്റ് സെറ്റ് ചെയ്യും. ടെക്സ്റ്റിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ഇൻപുട്ട് എ നമ്പർ എന്നാണുള്ളത്, അതാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ വാലിഡേറ്റ് കൊടുത്താൽ ഇങ്ങനെ വരും. ഇനി ഞാൻ ഇത് കൊടുത്തേക്കുവാണ്, എക്സ് 1നും 10നും ഇടയ്ക്കുള്ള നമ്പർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ 11 കൊടുക്കുകയാണ്. വാലിഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻപുട്ട് എ നമ്പർ ബിറ്റ്വീൻ 1 and 10. അതെന്താണ്, ഇത് വരുമ്പം ഈസ് നോട്ട് എ നമ്പർ എന്നുള്ളത് ഫോൾസ് ആണ്. കാരണം എന്താണ്, അതൊരു നമ്പറാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തേക്കുന്നത്. 11 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അപ്പോൾ നോട്ട് എ നമ്പർ എന്നുള്ള ഫംഗ്ഷൻ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ LC വന്നിട്ട് എന്ത് ചെക്ക് ചെയ്യും, എക്സ് ലെസ്സർ ദാൻ 1ഉം ഗ്രേറ്റർ ദാൻ 10ഉം ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഈ കേസിൽ എന്താ 10 കഴിഞ്ഞും വലിയ നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്തത്. ഇൻപുട്ട് എ നമ്പർ ബിറ്റ്വീൻ 1 and 10. അപ്പോൾ ഇവിടെ വന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ id ഡെമോ ഡോട്ട് ഇന്നർ HTML. ഈ ഡെമോഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇന്നർ HTML എന്തായിട്ട് സെറ്റ് ചെയ്യും, ടെക്സ്റ്റിലുള്ള വാല്യൂ ഇൻപുട്ട് എ നമ്പർ ബിറ്റ്വീൻ 1 and 10. വീണ്ടും നമ്മളിവിടെ ഇങ്ങനെ കൊടുത്താലും എന്താണ് ഇൻപുട്ട് എ നമ്പർ, കാരണം ഇത് നമ്പർ അല്ല, വാലിഡ് ആയിട്ടുള്ള നമ്പർ അല്ല. 13 കൊടുത്താൽ എന്താണ് എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 10 വരും. ഇനി നമ്മൾ ഒരു വാലിഡ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇൻപുട്ട് ഓക്കെ എന്ന് പറയും. ഇൻപുട്ട് ഈസ് ഓക്കെ. ഈ ടെക്സ്റ്റ് എൽസിൽ വന്നിട്ട് ഇൻപുട്ട് ഈസ് ഓക്കെ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഏജ് ഒക്കെ റീഡ് ചെയ്യാനായിട്ട് എടുക്കാം. ഇപ്പോൾ ഏജ് ബിറ്റ്വീൻ 1 and 100 ആയിരിക്കണം എന്ന് പറയാം. ഏജ് 0 അല്ലെങ്കിൽ ഏജ് 100ന് മുകളിലോ ആവാൻ പാടില്ല. അങ്ങനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഫോമിനകത്തല്ല, ഇതൊരു ബട്ടണിൻ്റെ ക്ലിക്കിലാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു ഇൻപുട്ട് വാലിഡേഷനാണ്, നമ്പർ വാല്യൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈസ് NA എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമ്പറാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ മെയിനായിട്ടുള്ളൂ പഠിക്കാൻ ഇതിനകത്ത്. ഓൺ ക്ലിക്കും മൈ ഫംഗ്ഷനെ വിളിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ. ID എന്ന് പറയുന്ന എലമെൻറ്റ് ഇത് ആദ്യം ഇവിടെ empty ആയിരിക്കും, അതുകൊണ്ട് ഇത് ഡിസ്പ്ലേ ചെയ്യില്ല. ഈ ഫംഗ്ഷൻ എപ്പോഴെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം. ഈ ഫംഗ്ഷൻ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും എക്സിക്യൂട്ട് ചെയ്താൽ അതിലേക്കൊരു ടെക്സ്റ്റ് കൊടുക്കും, അപ്പോൾ അതവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇതാണ് ഇൻപുട്ട് വാലിഡേഷൻ. അപ്പോൾ അതായി. ഇനിയുള്ളത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫോം വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് empty ആണോ അല്ലയോ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റ് ഒന്നും എഴുതണ്ട, അല്ലാതെ തന്നെ വാലിഡേറ്റ് ചെയ്യാൻ HTML ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ കിടക്കുന്ന റിക്വയർഡ് എന്ന് പറയുന്ന ഫീൽഡ്. ഇവിടെ ഒരു ഫോം ഉണ്ട്, ആക്ഷൻ തൽക്കാലം ഞാൻ empty ആയിട്ട് ഇടാം. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റോ ഗെറ്റോ കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു എഫ് നെയിം. ഇവിടെ നമ്മൾ റിക്വയർഡ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ആട്രിബ്യൂട്ടിന് പ്രത്യേകിച്ച് ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ട, വാല്യൂ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, റിക്വയർഡ് എന്ന് മാത്രം കൊടുത്താൽ മതി. റിക്വയർഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് empty ആയിട്ട് ഇട്ടാൽ സബ്മിറ്റ് നടക്കില്ല. ഇത് HTML-ന് ബൈ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് കണ്ടു നോക്കാം നമുക്ക്.
ഇതാണ് ഫോം വാലിഡേഷൻ ഓട്ടോമാറ്റിക്. സബ്മിറ്റ് പ്രസ് ചെയ്താൽ പ്ലീസ് ഫിൽ ഔട്ട് ദിസ് ഫീൽഡ് എന്ന് വരും. പ്ലീസ് ഇത് HTML ബൈ ഡീഫോൾട്ട് കാണിക്കുന്നതാണ്. നമ്മൾ റിക്വയർഡ് എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. റിക്വയർഡ് ആണെങ്കിൽ അത് എംപ്റ്റി ആയിട്ട് കിടന്നാൽ ഇത് റെഡിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫീൽഡും കാണിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്യേണ്ട നിങ്ങൾ, പക്ഷേ ഒരു അലേർട്ട് കാണിക്കാനും ഈ റെഡിൽ ഹൈലൈറ്റ് ചെയ്യാനും ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യണം. ഏതെങ്കിലും എംപ്റ്റി ആയിട്ട് കിടന്നാൽ അതിങ്ങനെ റെഡിൽ ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഓട്ടോമാറ്റിക് ഫോം വാലിഡേഷൻ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് അതിന് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട. ഏതാണോ ഫീൽഡ് അതിന് റിക്വയർഡ് എന്ന് മാത്രം കൊടുത്താൽ മതി. ടെക്സ്റ്റ് ഏരിയയോ എന്ത് വേണമെങ്കിലും ആണെങ്കിൽ അത് റിക്വയർഡ് എന്ന് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അത് ഓട്ടോമാറ്റിക് ഫോം വാലിഡേഷൻ. ഇനിയുള്ളത് വേറെ സെലക്ട് വാലിഡേറ്റ് ചെയ്യുന്നത്. ഇനി വീണ്ടും സെലക്റ്റും ഒരു സിപ്പ് കോഡാണോ അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എന്നാലും ഞാനൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഫോം ആക്ഷൻ കൊടുത്തിട്ടുണ്ട്, നെയിം ഈക്വൽ ടു മൈ ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓൺ സബ്മിറ്റിൽ റിട്ടേൺ വാലിഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ വാലിഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഇതിൽ സിപ്പ് കോഡ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, കൺട്രി എന്ന് പറയുന്ന കൺട്രി സെലക്ട് ചെയ്യാനുണ്ട്. ഇതിനിടയ്ക്കൊരു BR ടാഗ് കൊടുത്താൽ അടുത്ത ലൈനിൽ കാണിക്കാം. സബ്മിറ്റ് ബട്ടണും അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു BR ടാഗ് കൊടുക്കാം. പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. സിപ്പ് കോഡ് റീഡ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടാവും. കൺട്രി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും. ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും. കൺട്രി ആദ്യത്തേത് പ്ലീസ് സെലക്ട് ആൻ ഓപ്ഷൻ എന്നാണ് കൊടുക്കുന്നത്. പ്ലീസ് സെലക്ട് ആൻ ഓപ്ഷൻ എന്ന് കൊടുക്കുകയാണ്. പ്ലീസ് സെലക്ട് ആൻ ഓപ്ഷൻ ഇവിടെ കാണിച്ചു, സിപ്പ് കോഡ് കാണിച്ചു. അപ്പോൾ ഇത്രയും ഭാഗം കോഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. അത് ഇത്രയും ചെയ്തു. ഇനി നമ്മൾ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ വാലിഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കും. സബ്മിറ്റ് പ്രസ് ചെയ്താൽ അത് ഒന്നെങ്കിൽ ഫോൾസ് അല്ലെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഓൺ സബ്മിറ്റിൽ എഴുതുന്ന ഫംഗ്ഷൻ ട്രൂവോ ഫോൾസോ റിട്ടേൺ ചെയ്യണം. വിളിക്കുമ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. കിട്ടുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ സബ്മിറ്റ് നടക്കുകയുള്ളൂ, ഈ ആക്ഷനിലേക്ക് പോവുള്ളൂ. അപ്പോൾ വാലിഡേറ്റിൽ ചെയ്യുന്നത് ഇത് വേറെ നമ്മൾ മുമ്പേ മെത്തേഡ് പഠിച്ചു. ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോംസിനകത്ത് ഫോമിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഇത് വേറൊരു മെത്തേഡാണ്. രണ്ട് രീതിയിലുള്ള മെത്തേഡാണ്. ഡോക്യുമെൻറ്റിനകത്ത് ഫോമിൻ്റെ പേര് ഡോക്യുമെൻറ്റ് ഡോട്ട് മൈ ഫോം എന്ന് പറഞ്ഞു കൊടുക്കുക. ഡോക്യുമെൻറ്റ് ഡോട്ട് മൈ ഫോം എന്ന് പറഞ്ഞാൽ ഫോമിൻ്റെ പേരാണ്. ഡോട്ട് സിപ്പ് ഏതാണോ റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ വാല്യൂ, ഡോട്ട് സിപ്പ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട തന്നെയാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോംസിനകത്ത് 2 ഡയമെൻഷണൽ അറേയാണ് ആദ്യത്തേതായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഫോമിൻ്റെ പേര് രണ്ടാമത്തെ 2 ഡയമെൻഷനിൽ രണ്ടാമത്തെ ഡയമെൻഷനിൽ പറഞ്ഞു കൊടുക്കുന്നത് ഏത് ഇൻപുട്ട് ഫീൽഡാണോ അതിൻ്റെ നെയിം. അതൊരു മെത്തേഡ്. ഇത് വേറൊരു മെത്തേഡ്. ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോമിൻ്റെ പേര് ഡോട്ട് എലമെൻറ്റിൻ്റെ പേര്, ഏത് എലമെൻറ്റ് ഇൻപുട്ട് എലമെൻറ്റിൻ്റെ പേര് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ ചെയ്യും. എന്ന് പറഞ്ഞാൽ സിപ്പിൽ എൻ്റർ ചെയ്തേക്കുന്ന വാല്യൂ അത് എംപ്റ്റി ആണോ എന്ന് നോക്കും. നോട്ട് എ നമ്പർ ആണോ എന്ന് നോക്കും. എലമെൻറ്റ് നോട്ട് ഈക്വൽ ടു 6 ആണോ എന്ന് നോക്കും. അല്ല ലെങ്ത് ഡോക്യുമെൻറ്റ് ഡോട്ട് മൈ ഫോം സിപ്പ് ഡോട്ട് വാല്യൂ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സിയിലൊക്കെ ഉള്ള ലെങ്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് തന്നെയാണ് ലെങ്ത്. ആ റീഡ് ചെയ്തേക്കുന്ന ടെക്സ്റ്റിൻ്റെ ലെങ്ത് ആണ് നോക്കുന്നത്. ഈസ് നോട്ട് എ നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഈ റീഡ് ചെയ്തേക്കുന്ന വാല്യൂ നമ്പർ അല്ല എങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് എന്ത് പറ്റുമെന്നാണ്? വാലിഡ് ആയിട്ടുള്ള സിപ്പ് കോഡ് നമ്പർ അല്ല. സിപ്പ് എന്ന് പറഞ്ഞാൽ പിന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. കൺഫ്യൂഷൻ ആകുമെങ്കിൽ അത് പിന്നാക്കിയേക്കാം. പിൻ കോഡ് നമ്പർ US-ലൊക്കെ അതിന് സിപ്പ് എന്നാണോ എന്ന് പറയുന്നത്. പിൻ കോഡ് നമ്പർ പിൻ കോഡ് നമ്പർ അത് പിന്നാക്കി പിൻ കോഡ് നമ്പർ എൻ്റർ ചെയ്യും. പിൻ കോഡ് നമ്പർ എംപ്റ്റി ആണെങ്കിലോ അല്ലെങ്കിൽ നമ്പർ അല്ലാത്തൊരു വാല്യൂ ആണെങ്കിലോ എന്ന് പറഞ്ഞാൽ ആണ് ഈ ഓർ ഇട്ടേക്കുന്നത്. അതുപോലെ ഡോക്യുമെൻറ്റിൻ്റെ അതിൻ്റെ ലെങ്ത് 6 അല്ല എങ്കിൽ, അതായത് 5 ഡിജിറ്റോ 7 ഡിജിറ്റോ ആണ് എൻ്റർ ചെയ്തേക്കുന്നതെങ്കിലും അതിൻ്റെ ഒരു സ്പിൻ കോഡ് വാലിഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മൾ അത് കാണിച്ചു തരാം.
നമ്മളിങ്ങനെ എൻ്റർ ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാണ്. പ്ലീസ് പ്രൊവൈഡ് എ പിൻ ഇൻ ദ ഫോർമാറ്റ് 1 2 3 4 5 6. ഈ ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ സാധാരണ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 6 ഹാഷ് കൊടുത്താൽ 6 നമ്പർ എൻ്റർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പ്ലീസ് പ്രൊവൈഡ് എ പിൻ ഇൻ ദ ഫോർമാറ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോക്കസ് ഇതിലേക്ക് വരുത്തിയേക്കുകയാണ്. അതാണ് ഇനി പറയാനുള്ളത്. ഡോക്യുമെൻറ്റ് ഡോട്ട് മൈ ഫോം ഡോട്ട് പിൻ ഡോട്ട് ഫോക്കസ് എന്ന് പറഞ്ഞാൽ കഴ്സർ നേരെ അതിൽ വന്ന് നിൽക്കും. ഞാനിപ്പോൾ ഇതിപ്പോൾ സെലക്ട് ചെയ്തു, USA സെലക്ട് ചെയ്തു. ഇപ്പോൾ ഫോക്കസ് നിൽക്കുന്ന ഇതിലാണ് ഫോക്കസ് നിൽക്കുന്നത്. ഞാൻ സബ്മിറ്റ് പ്രസ് ചെയ്യാണ്. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അതില്ലാത്തതുകൊണ്ട് അതിലേക്ക് നേരെ ഫോക്കസ് പോയി. ഫോക്കസ് കണ്ടില്ലേ, കഴ്സർ ഇവിടെ വന്നിരുന്നു. അതാണ് ഫോക്കസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്യുമെൻറ്റിനകത്ത് മൈ ഫോം എന്ന് പേരുള്ള ഫോമിനകത്ത് പിന്നെന്ന് പേരുള്ള ഇൻപുട്ട് എലമെൻറ്റിലേക്ക് ഫോക്കസ് വരാനാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വായിച്ച് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയാൽ, അതായത് എലമെൻറ്റിന് എംപ്റ്റി ആണെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംപ്റ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ എംപ്റ്റി ആണെങ്കിൽ നേരെ ഇതിലേക്ക് വരും. ഇനി നമ്പർ അല്ലാത്ത എന്തെങ്കിലുമാണ് എൻ്റർ ചെയ്തേക്കുന്നതെങ്കിൽ ഇതിലേക്ക് വരും. കാരണം ഓറാണ് ഇട്ടേക്കുന്നത്. ഇനി 6 ലെങ്ത് അല്ല, ലെങ്ത് 6 അല്ലാതെ മറ്റെന്തെങ്കിലും ആണെങ്കിലും ഇതിലേക്ക് വരും. ഇനി രണ്ടാമത് സെലക്ട് എന്ന് പറയുന്ന ഡ്രോപ്പ് ഡൗൺ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് മൈ ഫോം ഡോട്ട് കൺട്രി. ഡോക്യുമെൻറ്റിനകത്ത് മൈ ഫോം എന്ന് പേരുള്ള ഫോമിനകത്ത് കൺട്രി എന്ന് പേരുള്ള ഇൻപുട്ട് എലമെൻറ്റ്, അത് ഇവിടെ സെലക്ട് ആണ്. നേരത്തെ ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആയിരുന്നു. ഇവിടെ ഇൻപുട്ട് എലമെൻറ്റിൻ്റെ പേര് സെലക്ട് എന്നാണ്. കൺട്രിക്കകത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തേക്കുന്നതിൻ്റെ വാല്യൂ 1 വരാം, 2 വരാം, 3 വരാം, -1 വരാം, 1 വരാം, 2 വരാം, 3 വരാം. അതിൻ്റെ വാല്യൂ ഈക്വൽ ടു -1 ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ഇത് തന്നെയാണ്, അയാൾ അതിൻ്റെ സെലക്ഷൻ മാറ്റിയിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫോം ഒന്നും കൂടെ ലോഡ് ചെയ്ത് കാണിക്കാം. ഇവിടെ ഇപ്പോൾ ചുമ്മാ സബ്മിറ്റ് ചെയ്താൽ എൻ്റർ ഫോർമാറ്റ് വരും. ഇനി ഞാൻ 1 2 3 അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ എൻ്റർ ചെയ്താലും ഇങ്ങനെ നമ്പറായിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ പറയും. ഇനി ഞാൻ 1 2 3 എന്ന് എൻ്റർ ചെയ്താലും എറർ വരും. കാരണം ലെങ്ത് 3 ഇല്ല. 4 5 6. ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു പിൻ കോഡാണ് ഞാൻ എൻ്റർ ചെയ്തേക്കുന്നത്. വാലിഡ് ആയിട്ടുള്ള പിൻ കോഡാണോ എന്നറിയില്ല. നമ്മുടെ കോഡ് പ്രകാരം ഇത് വാലിഡാണ്. അപ്പം ഞാൻ ഇത് കൊടുത്തേക്കുവാണ്. സബ്മിറ്റ് അടിച്ചു. പ്ലീസ് പ്രൊവൈഡ് യുവർ കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വന്നപ്പോൾ വാല്യൂ റീഡ് ചെയ്തെങ്കിൽ പ്ലീസ് സെലക്ട് ആൻ ഓപ്ഷൻ ഇത് തന്നെയാണ് സെലക്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോഴത്തേക്കും വാല്യൂ സെലക്ട് ചെയ്തേക്കുന്ന വാല്യൂ -1 ആണ്. അതുകൊണ്ട് ഇവിടെ -1 വരും. -1 വന്നുകൊണ്ട് പ്ലീസ് പ്രൊവൈഡ് യുവർ കൺട്രി എന്ന് പറയും. റിട്ടേൺ ഫോൾസ് ചെയ്യും. അപ്പം നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഇത് വാലിഡ് അല്ലാത്തൊരു നമ്പർ എൻ്റർ ചെയ്തു, സബ്മിറ്റ് പ്രസ് ചെയ്തു. അപ്പോൾ ദേ പിന്നിൻ്റെ പ്രശ്നം മാത്രമേ പറഞ്ഞുള്ളൂ, കൺട്രിയുടെ പ്രശ്നം പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ കോഡിൽ എഴുതിയേക്കുന്ന ആദ്യം പിൻ വാലിഡേറ്റ് ചെയ്യും. പിൻ വാലിഡേറ്റ് ചെയ്ത് വാലിഡേഷൻ ഫോൾസ് ആയ അപ്പോൾ തന്നെ റിട്ടേൺ ആണ് എഴുതിയേക്കുന്നത്. റിട്ടേൺ എഴുതിയേക്കുന്നതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്ന കോഡൊന്നും അത് കഴിഞ്ഞ് എഴുതിയേക്കുന്ന കോഡൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇത് വാലിഡേറ്റ് ചെയ്യാഞ്ഞത്. ഇനി ഇവിടെ നമ്മൾ വാലിഡ് ആയിട്ടുള്ളൊരു നമ്പർ കൊടുത്താൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം വാലിഡാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇത് നോക്കും. ഇത് നോക്കുമ്പോൾ പ്ലീസ് പ്രൊവൈഡ് യുവർ കൺട്രി എന്ന് പറഞ്ഞേക്കും -1 കൊടുത്തേക്കുന്നുണ്ട്. റിട്ടേൺ ഫോൾസ് ചെയ്യും. അപ്പോൾ ഓക്കെ അടിച്ചാൽ സബ്മിറ്റ് നടക്കില്ല. റിട്ടേൺ ഫോൾസ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ USA സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ സബ്മിറ്റ് നടന്നിട്ടുണ്ട്. സബ്മിറ്റ് നടന്നിട്ടുണ്ട്. കാരണം കണ്ടില്ലേ, URL മാറിയിട്ടുണ്ട്. URL കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എൻ്റർ ചെയ്ത വാല്യൂ, പിന്നിൻ്റെ വാല്യൂവും പോയിട്ടുണ്ട്, കൺട്രിയുടെ വാല്യൂവും പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫോം ഡിസൈൻ ചെയ്തപ്പം ഫോമിൻ്റെ സബ്മിറ്റ് നടക്കുമ്പോൾ നിങ്ങൾ അതിൽ എൻ്റർ ചെയ്തേക്കുന്ന എല്ലാ വാല്യൂവും ഇതുപോലെ URL പോകുന്നുണ്ടോ എന്ന് നോക്കണം. മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് കൊടുക്കണം. മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് കൊടുത്താലേ URL അപ്പൻഡ് ആവുള്ളൂ. ഇവിടെ ഞാൻ ഗെറ്റ് കൊടുത്തിട്ടില്ല. മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് എന്ന് ഈ ഫോമിൻ്റെ ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ എന്നാലും ബൈ ഡീഫോൾട്ട് ഗെറ്റ് ആയിരിക്കും വരിക. പോസ്റ്റ് വേണമെങ്കിൽ പോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിപ്പം ബൈ ഡീഫോൾട്ടായിട്ട് ഗെറ്റ് എടുത്തേക്കുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്തേക്കുന്ന ഫോമിലും ഇങ്ങനെ വാല്യൂ പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ വാല്യൂ ടെക്സ്റ്റ് നിങ്ങൾ ഇൻപുട്ട് ചെയ്തേക്കുന്ന എല്ലാ ടെക്സ്റ്റും പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി അപ്പോൾ ഇത് രണ്ടും നടന്നെങ്കിൽ എന്ത് ചെയ്യും? ഈ രണ്ട് ഇഫും കണ്ടീഷനും ട്രൂ ആയില്ല എങ്കിൽ റിട്ടേൺ ട്രൂ ചെയ്യും. റിട്ടേൺ ട്രൂ ചെയ്താൽ സബ്മിറ്റ് നടന്നു. അതാണിപ്പം കണ്ടത്. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്ക് അതാണ് ഈവൻറ്റ് ഹാൻഡ്ലിങ്ങിനകത്ത് വരുന്നത്, ഇൻപുട്ട് ഡാറ്റ വാലിഡേഷനകത്ത് വരുന്നത്. അതാണ് അടുത്ത നമ്മുടെ ടോപ്പിക്ക്. ഡിസ്ക്രൈബ് ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് വിത്ത് ജാവാസ്ക്രിപ്റ്റ്. ഡോക്യുമെൻറ്റ്സ് ഡൈനാമിക് ആക്കുക. അതായത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ് സ്റ്റാറ്റിക് അല്ലാതെ ഡൈനാമിക് ആക്കാൻ പറ്റും.
അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഒരു ഫോം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ എം ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മരൈറ്റൽ സ്റ്റാറ്റസ് മാരീഡും അൺമാരീഡും 2 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തേത് മാരീഡ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ, നെയിം ഈക്വൽ ടു മരൈറ്റൽ സ്റ്റാറ്റസ്, വാല്യൂ മാരീഡ്. ഓൺ ചേഞ്ചിൽ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓൺ ചേഞ്ചിൽ ഒരു ഫംഗ്ഷൻ വിളിച്ചു, അതായത് ഈ വാല്യൂ ചേഞ്ച് ചെയ്താൽ. അതുപോലെ തന്നെ ഇൻപുട്ട് നമുക്ക് റേഡിയോ ബട്ടൺ ഒരു സെറ്റാണെങ്കിൽ അതിന് കൊടുക്കേണ്ടി അതിൻ്റെ നെയിം ഒരേ പേര് കൊടുക്കണം. അപ്പോൾ ഇവിടെ മരൈറ്റൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. വാല്യൂ അതർന്ന് കൊടുത്തു. അതിൻ്റെ ഡിസ്പ്ലേ വാല്യൂ അതറാണ്. പേജ് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പേജ്. മരൈറ്റൽ സ്റ്റാറ്റസ് മാരീഡും അതറും, മരൈറ്റൽ സ്റ്റാറ്റസ് മാരീഡ് അതർ. ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡിവും പിന്നെ 2 ഡിവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കാണുന്നില്ല, പക്ഷേ സബ്മിറ്റ് ബട്ടൺ കാണാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡിവിൻ്റെ ഒരു ഐ ഡി കൊടുത്തിട്ടുണ്ട്. സ്റ്റൈലിനകത്ത് ഇതെന്താണ്, ഇൻലൈൻ CSS ആണ് ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇൻലൈൻ CSS സ്റ്റൈൽ ഈക്വൽ ടു ഡിസ്പ്ലേ കോളൻ നൺ എന്ന് പറഞ്ഞു കൊടുത്തേക്കുക. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്, ഡിസ്പ്ലേ നൺ. ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ബ്ലോക്ക്, ബൈ ഡിഫോൾട്ട് ബ്ലോക്ക് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഇത് ചെയ്തേക്കാണ്. കാരണം മരൈറ്റൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാരീഡ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സ്പൗസിൻ്റെ പേരും, അതറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫാദറിൻ്റെ പേരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ ഇനീഷ്യലി രണ്ടും ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. രണ്ടാമത്തേത് ഇത് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ക്വാളിഫിക്കേഷനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് താഴോട്ടുള്ള ഇൻപുട്ട് ഫീൽഡ്സിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ അതാണ് ഡൈനാമിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അതായത് യൂസർ എന്തെങ്കിലും ഒരു ഇൻപുട്ട് നടത്തി, എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടത്തിയാൽ ആ ഇവൻറ്റിനനുസരിച്ച് നമ്മൾ HTMLൻ്റെ കണ്ടൻറ്റ് മാറ്റും. അതാണ് ഡൈനാമിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഡൈനാമിക് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ചേഞ്ച് ദ കണ്ടൻറ്റ് ഓഫ് HTML when some input events happen. That is called dynamic pages using JavaScript. അപ്പോൾ ഇത് രണ്ടും, ആദ്യത്തെ ഡിവ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്, രണ്ടാമത്തെ ഡിവും ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് കാണണമെങ്കിൽ ഇവിടെ പോയിട്ട് വെബ് ഡെവലപ്പർ എടുക്കുക, ഇൻസ്പെക്ടർ എടുക്കുക, സബ്മിറ്റ്. ഇതിന് മേളിൽ കണ്ടോ 2 ഡിവ് ഹൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഡിവും ഹൈഡ് ചെയ്യുക. ഡിസ്പ്ലേ നൺ കൊടുത്തേക്കുന്നതുകൊണ്ട് അത് രണ്ടും കാണുന്നില്ല. പിന്നെ നേരെ റേഡിയോ ബട്ടണും അത് കഴിഞ്ഞ് സബ്മിറ്റുമാണ് കാണുന്നത്. ഇനി ഇതിൽ എഴുതിയേക്കുന്നത് ഞാൻ എന്താ എഴുതിയേക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ രണ്ടിലും ഓൺ ചേഞ്ച് എന്ന് പറയുന്ന ഇവൻറ്റ് എഴുതിയിട്ടുണ്ട്. റേഡിയോ ബട്ടൺ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കണം എന്നാണ്. മൈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കും. അപ്പോൾ മൈ ഫംഗ്ഷനിൽ ചെയ്തേക്കുന്നത് ഇഫ് ഡോക്യുമെൻറ്റ്സ് ഡോട്ട് ഫോംസ്. ഇത് ഞാൻ വീണ്ടും ആദ്യത്തെ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. ഡോക്യുമെൻറ്റിനകത്ത് ഫോംസിനകത്ത് മൈ ഫോം എന്ന് പേരുള്ള ഫോമിനകത്ത് മരൈറ്റൽ സ്റ്റാറ്റസ് എന്ന് പേരുള്ള ഇൻപുട്ട് ടൈപ്പ്, അതായത് ഇത് രണ്ടുമാണ്. അതിലൊരു വാല്യൂ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ വാല്യൂ സെലക്ട് ചെയ്തേക്കുന്നത് മാരീഡ് എന്നാണെങ്കിൽ, അതായത് ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. മൈ ഫംഗ്ഷനകത്ത് ഇഫ് കണ്ടീഷനാണ് എഴുതിയേക്കുന്നത്. ഇഫിനകത്ത് പറഞ്ഞേക്കുന്നത് ഡോക്യുമെൻറ്റിനകത്ത് ഫോംസിനകത്ത് മൈ ഫോം എന്ന് പേരുള്ള ഫോമിനകത്ത് മരൈറ്റൽ സ്റ്റാറ്റസ് എന്ന് പേരുള്ള ഇൻപുട്ട് ടൈപ്പിൻ്റെ സെലക്ട് ചെയ്തേക്കുന്ന വാല്യൂ റീഡ് ചെയ്യുക. അത് ഈക്വൽ ടു മാരീഡ് ആണെങ്കിൽ, അതായത് ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID സ്പൗസ് നെയിം ഡിവ് എന്ന് പറഞ്ഞാൽ ഏതാ, സ്പൗസ് നെയിം ഡിവ്. ഇതാ ഈ ഡിവ്, അതായത് സ്പൗസിൻ്റെ നെയിം എൻ്റർ ചെയ്യാൻ പറയുന്ന ഡിവ് ഡോട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, CSS പ്രോപ്പർട്ടി ഏതാണ്, ഡിസ്പ്ലേ. അതിൻ്റെ വാല്യൂ എത്രയാണ്, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് കാണാൻ പറ്റും. ഡിസ്പ്ലേ ഇവിടെ ഞാൻ നണ്ണാക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇവിടെ ഞാൻ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അതിനെ ബ്ലോക്ക് ആക്കുവാണ്. കാണിച്ചു തരാം. ഇതായി. ഞാൻ അതർ സെലക്ട് ചെയ്താൽ ഇപ്പോൾ ഒന്നും സംഭവിക്കില്ല, കാരണം അതിനൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. മാരീഡ് സെലക്ട് ചെയ്തു, കണ്ടോ സ്പൗസ് കാണിച്ചു. ഇനി ഇതുപോലെ തന്നെ എനിക്ക് ഇത് സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. മരൈറ്റൽ സ്റ്റാറ്റസ് മാരീഡ് ഈക്വൽ ടു ഈ അതറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, അതറാണെങ്കിൽ എനിക്ക് ഫാദേഴ്സ് നെയിം റീഡ് ചെയ്യുന്ന ഈ ഡിവാണ് കാണിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ID ഉള്ള എലമെൻറ്റിനെ ഗെറ്റ് ചെയ്യണം. ഈ ID ഉള്ള എലമെൻറ്റിനെ ഗെറ്റ് ചെയ്തിട്ട് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് കൊടുത്തു. ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ ഡീഫോൾട്ട് നണ്ണാണ് വെച്ചേക്കുന്നത്. ഇത് കൊടുത്തു. പേജ് ഒന്നുകൊണ്ട് ലോഡ് ചെയ്യുകയാണ്. ഞാൻ അതർ സെലക്ട് ചെയ്ത് കൊടുത്തു. സ്പൗസ് അത് നമ്മൾ മാറ്റി കൊടുക്കാൻ മറന്നുപോയി. ഇപ്പം നെയിം ഈക്വൽ ടു അതർ ആണെങ്കിൽ, ഇഫ് വാല്യൂ ഈക്വൽ ടു മാരീഡ് ആണെങ്കിൽ ഇത് ബ്ലോക്കാക്കി, സ്പൗസ് നെയിം ബ്ലോക്കിലാക്കി.
marriage form dot marital status dot value equal to other ആണെങ്കിൽ document dot get element by id father's name ശരിയാണല്ലോ. പിന്നെ എന്താ പ്രശ്നം? ഇവിടെ സ്പൗസ് നെയിം, ഇത് ഫാദേഴ്സ് നെയിം എന്നാണ്. ഫാദേഴ്സ് നെയിം ആക്കാനാണ് പറഞ്ഞത്. ഞാൻ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ പേര് മാറ്റാൻ മറന്നുപോയതാണ്. ഇവിടെ നെയിം ഫാദേഴ്സ് നെയിമും സ്പൗസ് നെയിമും ആക്കി. ഇതിൻ്റെ ഡിബിൻ്റെ പേര് ഫാദേഴ്സ് നെയിം ഡിബ് എന്നാണ്, ഈ ഡിബിൻ്റെ പേര് സ്പൗസ് നെയിം ഡിബ് എന്നാണ്. പേജ് ഒന്നുകൂടെ ലോഡ് ചെയ്യാം. ഞാൻ മാരീഡ് സെലക്ട് ചെയ്തു, സ്പൗസ് നെയിം ആക്കി, വീണ്ടും അതർ സെലക്ട് ചെയ്തു, ഫാദേഴ്സ് നെയിം എന്നുള്ളത് വന്നു. ഉണ്ടോ? അപ്പം മാരീഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് വന്നു. ഇനി ഇതാണെങ്കിലും മൈ ഫോം ഡോട്ട് മാരിറ്റൽ സ്റ്റാറ്റസ് അതറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫാദേഴ്സ് നെയിം എൻ്റർ, അതായത് മാരീഡ് ആണെങ്കിൽ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ പേര് എൻ്റർ ചെയ്യുക. മാരീഡ് അല്ല എങ്കിൽ അച്ഛൻ്റെ പേര്, മാരീഡ് അല്ലാത്ത എന്തെങ്കിലും സ്റ്റേറ്റ് അതർ എന്നതാണ് കൊടുത്തേക്കുന്നത്, ഡൈവേഴ്സ്ഡോ അൺമാരീഡോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ സ്റ്റേറ്റിൽ നമ്മൾ ഫാദറിൻ്റെ നെയിം എൻ്റർ ചെയ്യാനായിട്ട് പറയും. ഇനി ഇതിനകത്തൊരു പ്രശ്നമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്കിപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സെലക്ട് ചെയ്യുക, അതായത് മാരീഡ് ആണെങ്കിൽ ഒരെണ്ണം കാണിക്കുക, ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഞാനിപ്പോൾ അതർ സെലക്ട് ചെയ്തു, കുറച്ച് നേരം കഴിയുമ്പോൾ മാരീഡ് സെലക്ട് ചെയ്താൽ രണ്ടും കാണിക്കും. ഇതിങ്ങനെ കാണിക്കാൻ പാടില്ല. മാരീഡ് സെലക്ട് ചെയ്താൽ എന്താ ഫാദേഴ്സ് നെയിം നമ്മൾക്ക് എടുത്തു കളയണം, അതർ സെലക്ട് ചെയ്താൽ സ്പൗസ് നെയിം എടുത്തു കളയണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ വരുമ്പോൾ മൈ ഫോം ഡോട്ട് മാരിറ്റൽ സ്റ്റാറ്റസ് ഡോട്ട് വാല്യൂ മാരീഡ് ആക്കും. മാരീഡ് ആണെങ്കിൽ ഇതെന്ത് ചെയ്തു? ഈ സാധനം ബ്ലോക്ക് ആക്കി. അപ്പോൾ മറ്റേതിനെ എന്ത് ചെയ്യണം? ഫാദേഴ്സ് നെയിം ഡിബിനെ എന്ത് ചെയ്യണം? ഹൈഡ് ചെയ്യണം. ഫാദേഴ്സ് നെയിം ഡിബ് ഡിസ്പ്ലേ ഈക്വൽ ടു നണ്ണെന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? മാരീഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും മറ്റേതിൻ്റെ ഡിസ്പ്ലേ നണ്ണായി പോകും. ഇതിപ്പം അതർ സെലക്ട് ചെയ്തപ്പോൾ ഫാദേഴ്സ് കാണിച്ചു, മാരീഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ മറ്റേ സാധനത്തിനെ ഹൈഡ് ചെയ്തു, ഇവനെ ഇത് ചെയ്തു വിഷനാക്കി. ഇതിപ്പം നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പം നോക്കിയോ, ഈ രണ്ട് ഡിബും ഡിസ്പ്ലേ നണ്ണാണ്. ഞാൻ അതർ സെലക്ട് ചെയ്തപ്പോൾ ഇത് കണ്ടോ, ഫാദേഴ്സ് നെയിം എന്ന് പറയുന്ന ഡിബിൻ്റെ ഡിബ് ബ്ലോക്ക്, അതായത് ഡിസ്പ്ലേ ആക്കി, നണ്ണിൽ നിന്ന് മാറ്റി. ഇനി ഞാൻ മാരീഡ് സെലക്ട് ചെയ്യുകയാണ്. മാരീഡ് സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ, ഇത് വീണ്ടും തിരിച്ച് നണ്ണാക്കി, ഇത് ബ്ലോക്ക് ആക്കി. അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഒരെണ്ണത്തിന് സ്പൗസ് നെയിം എന്ന് പറയുന്ന ഡിബിനെ ബ്ലോക്ക് ചെയ്തു, ബ്ലോക്ക് ഡിസ്പ്ലേ ആക്കി, മറ്റേത് നൺ, അതായത് കാണിക്കണ്ടെന്നാക്കി. അതുപോലെ ഇവിടെ വരുമ്പോൾ നേരെ തിരിച്ചും ചെയ്യണം. ഇതിൽ ഫാദേഴ്സ് നെയിം, സ്പൗസിൻ്റെ നെയിം മാരീഡ് അല്ല എങ്കിൽ സ്പൗസിൻ്റെ നെയിം എന്ത് ചെയ്യണം? നണ്ണാക്കണം, ഡിസ്പ്ലേ നണ്ണാക്കണം. അപ്പോൾ പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ ആദ്യം അതർ സെലക്ട് ചെയ്തു, ഫാദേഴ്സ് നെയിം കാണിച്ചു, മാരീഡ് സെലക്ട് ചെയ്തു, സ്പൗസ് നെയിം ആക്കി. താഴെ ഇവിടെ ഈ ഭാഗം ശ്രദ്ധിച്ചോളുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കാണാൻ പറ്റും. കണ്ടോ, അങ്ങനെ മാറും. അപ്പോൾ ഇതാണ് ഡൈനാമിക് ഡോക്യുമെൻറ്റ്. ഇതുപോലെ ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലും, അതായത് യൂസറിൻ്റെ ഒരു ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് HTML കണ്ടൻറ്റ് മാറ്റുകയാണ്, ഡിസ്പ്ലേ ചെയ്യുന്നത് മാറ്റുകയാണ്. അത് HTML കണ്ടൻറ്റ് മാറ്റാം, ആട്രിബ്യൂട്ട് മാറ്റാം. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ്, നമുക്ക് ഒരു വാല്യൂ എൻ്റർ ചെയ്തേക്കുന്നത് തെറ്റാണെങ്കിൽ ആ ടെക്സ്റ്റ് ഫീൽഡ് നമുക്ക് റെഡിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഡൈനാമിക് ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. ഡൈനാമിക് ഡോക്യുമെൻറ്റ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഏകദേശം തീർന്നിട്ടുണ്ട്, ഡിസ്ക്രൈബ് ഡൈനാമിക് ഡോക്യുമെൻറ്റ്. ഇനി ഇത് ആ ഫോം നിങ്ങൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത പേജ്, ഫോം അഡ്മിഷന് വേണ്ടിയിട്ടൊരു ഫോം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫോം എടുക്കുക, ആ ഫോം സബ്മിറ്റ് പ്രസ് ചെയ്യുമ്പം അതിൽ എൻ്റർ ചെയ്തേക്കുന്ന എല്ലാ വാല്യൂവും URL പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതായത് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ URL പോവുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണത്തിന് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ URL ആ വാല്യൂ കാണില്ല. അതുകൊണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ട് ഈ മൊഡ്യൂളിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് CSS, ഫോം വാലിഡേഷൻ, ഇവൻറ്റ് ഹാൻഡ്ലിങ്, ഇത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡൈനാമിക് ഡോക്യുമെൻറ്റും ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക അതിനകത്ത്. അതായിരിക്കും രണ്ടാമത്തെ അസൈൻമെൻറ്റ്. താങ്ക് യു.